മുഹമ്മദ് ഷമാസ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം ശ്രീ റോജി എം ജോണിനോട് VC RSS പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയിരുന്നു മാധ്യമങ്ങൾ. അദ്ദേഹം 2 ദിവസവും അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയില്ല. ഗവർണറുമായി കേന്ദ്ര സർക്കാരുമായൊക്കെ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ ശരി, യുദ്ധം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് VC മാർ നിരന്തരം ഈ RSS പരിപാടിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്, എന്താണ് KSUവിന്റെ നിലപാട്? ഇക്കാര്യത്തിൽ മന്ത്രി ശ്രീ റോജി എം ജോൺ ഇന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ VC ഉൾപ്പെടെ ഈ RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ബന്ധപ്പെട്ട് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം അക്കാര്യത്തിലുള്ള അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഞാനത് അതൊരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശിവപ്രസാദ് പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് സൂചിപ്പിച്ചു പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ സമന്വയം ചെയ്യണം, KSU പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണ്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ക്ലാസ് എടുത്തു. എന്തായാലും ശിവപ്രസാദിന്റെ SFI സമരം ചെയ്ത പോലെ എപ്പിസോഡ് സമരം ആയിരിക്കില്ല. ഒരു സ്വിച്ചിട്ടാ നിൽക്കുന്ന എപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും എന്ന രീതിയിൽ പ്രത്യേക ചില കേന്ദ്രങ്ങളിൽ തീരുമാനിക്കുന്ന പോലെയാണ് SFI ഈ ഗവർണർ ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോയതെന്നും, ഒരു വശത്ത് SFI നേതാവായിരുന്ന ശിവപ്രസാദ് VCയെ വെല്ലുവിളിക്കും, അതേ VCയെ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വിളിച്ചിരുത്തി, ഇതേ മോഹനം കുന്നുമ്മലിനെ വിളിച്ചിരുത്തി ചായ കൊടുത്ത് സൽക്കരിച്ച് എല്ലാം മറ്റേ സിനിമയിൽ ജനാർദ്ദനന്റെ വിഷയത്തിൽ ആശാന്റെ കാല് വെല്ലുവിളിച്ചപ്പോൾ കോംപ്ലിമെന്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ആ രീതിയിലേക്ക് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് ഇവർ ഈ പറഞ്ഞ സമരമൊക്കെയാണ് ഇവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് പയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ലോ. പിന്നെ ശിവപ്രസാദ് ഇതൊക്കെ പറഞ്ഞപ്പോഴും എന്തിനാണ് ഇപ്പൊ ചർച്ച ചെയ്ത വിഷയത്തിൽ ഈ പറഞ്ഞ DGPയെ ഗവർണർ വിളിച്ചു വരുത്തി അതിന്റെ വ്യക്തത എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവസംസ്കാരം നടത്തുന്നതാണോ ഇവരുടെ സംസ്കാരം? ഇവരിത് കുറെ മുമ്പ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് വിക്ടോറിയ കോളേജിലും ഈ പറഞ്ഞ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചതും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ട് SFI അത് ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. ഇതൊക്കെയാണോ ഇവരുടെ സംസ്കാരം എന്ന് ആങ്കർ ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. ശരി, ഞാൻ ചോദിക്കാം. പക്ഷേ റോജി എം ജോൺ 2 ദിവസം സംസാരിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ഇന്ന് അത് ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ചേർന്നതല്ല എന്ന് പ്രതികരിച്ചു. 3-ാമത്തെ ദിവസം അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം SFI കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ RSS വേദിയിലെ VC സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവർ സമരങ്ങളടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ വിഷയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടക്കം പേജുകളൊക്കെ നോക്കി. ആ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ വിമർശനമോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, എന്താ സംശയം? ഈ കാര്യത്തിൽ മോഹനം കുന്നുമ്മൽ ചെയ്തതാണ് ശരി. ഈ പറഞ്ഞ മോഹനം കുന്നുമ്മലാണ് ഇതിന്റെ ഈ പറഞ്ഞ അദ്ദേഹം ഒരു VC ആയി കേരളത്തിൽ ഈ പറഞ്ഞ സംഘപരിവാർ അജണ്ടയൊക്കെ നടപ്പിലാക്കി പോയിക്കോട്ടെ എന്നാണ് KSUവിന്റെ നിലപാടെന്നാണോ മാധു കരുതുന്നത്? ഇതേ മോഹനം കുന്നുമ്മലിന്റെ പുറത്തിറങ്ങണമെന്ന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ സംശയം? മാധു, താങ്കളുടെ റിപ്പോർട്ടർ ചാനലിലെ തന്നെ ഒന്ന് ബ്രേക്കിംഗ് ടെസ്റ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റോ ജില്ലാ സെക്രട്ടറിയുടെ കഥയൊന്നും നിങ്ങൾ പോകണ്ട. ഇതേ ഈ കേരള സർവകലാശാലയിൽ ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഉൾപ്പെടെ അദ്ദേഹം പുറത്തിറങ്ങി നടക്കും. ഇതാണ് മോഹനം കുന്നുമ്മലിന്റെ സമീപനമാണെങ്കിൽ, ഈ രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ മോഹനം കുന്നുമ്മൽ പുറത്തിറങ്ങി നടക്കില്ല എന്ന് കൃത്യമായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രസ്താവനയും ഒക്കെ വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ വാർത്ത ഉൾപ്പെടെ ആക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടായിട്ടുണ്ടാകും. അങ്ങ് പറയൂ. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഒരു നിലപാടിൽ ഒരു വ്യക്തത കുറവ്? ഞങ്ങൾ ഈ പറഞ്ഞ മോഹനം കുന്നുമ്മൽ പറഞ്ഞത് പിന്നെ ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് മോഹനം കുന്നുമ്മലിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നതാണോ? അല്ല, SFIക്ക് മാത്രമല്ല ഈ പറഞ്ഞ ഗവർണറെ എതിർക്കാൻ അല്ലെങ്കിൽ VCയോടുള്ള അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനുള്ള അവകാശം SFIക്ക് മാത്രമായിട്ട് ഏതെങ്കിലും രീതിയിൽ പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇക്കാര്യത്തിലൊക്കെ ഞങ്ങൾ കൃത്യമായി നേരത്തെ സമരം ചെയ്തിട്ടുള്ളതും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. മോഹനം കുന്നുമ്മൽ RSSന്റെ അജണ്ട നടപ്പിലാക്കാനല്ല കേരള സർവകലാശാല ഉപയോഗിക്കേണ്ടത്. ആധികാരികമായി തന്നെ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനാണോ പറയുന്നത്? KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പറയട്ടെ. മോഹനം കുന്നുമ്മൽ എന്ന് പറയുന്നത് RSSന് വേണ്ടി വിടുപടി ചെയ്യാനല്ല സർവകലാശാല VC ആയി തുടരേണ്ടത്. അക്കാര്യത്തിൽ ഞങ്ങളുടെ കൃത്യമായ പ്രതിഷേധമുണ്ട്. അത് പരസ്യമായ രീതിയിലും അത് ഏതൊക്കെ രീതിയിൽ ആ പ്രതിഷേധവും അദ്ദേഹത്തോടുള്ള സമീപനവും സ്വീകരിക്കണം, അത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഈ പറഞ്ഞ മോഹനം കുന്നുമ്മൽ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഞാൻ അതിന്റെ കഥയാണല്ലോ നേരത്തെ പറഞ്ഞത്. ഈ പറഞ്ഞ LDF ഗവൺമെന്റ് ഇവിടെ ഭരിച്ചപ്പോഴും പിണറായി വിജയൻ ഇത് ഉണ്ടായപ്പോഴും ഈ VC മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിന് ഇത്ര
ഗവർണർക്ക് ഇത്ര എന്നുള്ള സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയ കാലം മാധവ് ഉൾപ്പെടെ മറന്നുപോയോ? ഈ രീതിയിലേക്ക് ഈ പറഞ്ഞ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കി കൊടുത്തിട്ട് ഇവർ ഈ പറഞ്ഞ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നീട് ഒരു സെറ്റിൽമെന്റ്, പിന്നെ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഈ ഇപ്പൊ വലിയ വർത്താനം പറഞ്ഞ ശിവപ്രസാദിനെ SFI നമ്മൾ കാണുന്നില്ല. BC-ക്കെതിരെയുള്ള സമരം എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി സ്വിച്ചിട്ട പോലെ സമരം നിന്നു. പിന്നീട് ചോദിക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്ന പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഇവർ തമ്മിൽ തല്ലും ഉണ്ടായിട്ടില്ലേ? ഈ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അക്കാദമിക് വിഷയങ്ങളെ കുറിച്ച് ഇവർക്ക് ആശങ്ക ഉണ്ടായിട്ടില്ലേ? അതിന്റെ നിലവാരം ഇന്ന് എവിടെ പോയി എത്തി നിൽക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് ആശങ്കയില്ലേ? ഇന്നിപ്പോ സിസ തോമസിന്റെ വിഷയം പറഞ്ഞ് ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സമരം നടക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാനപരമായി അവിടുത്തെ കുട്ടികളുടെ സ്ട്രെങ്ത് എത്രയാണ്? 900 കുട്ടികളാണ്. ആ 900 കുട്ടികൾക്ക് വേണ്ടി ഈ പറഞ്ഞ ആ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഈ പറഞ്ഞ 300-350 അധ്യാപകര്, അനധ്യാപകര് ഈ പറഞ്ഞ ഒരു തരത്തിലും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കേവലം ചില രാഷ്ട്രീയ തർക്കങ്ങളുടെയും ചില ഡീലുകളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വേദിയാക്കി മാത്രം സർവകലാശാലകളെ മാറ്റുന്നതിൽ SFIക്കും പിണറായി വിജയനും CPM-നും ബിന്ദുവിനും ഒക്കെ കൃത്യമായ പങ്കുണ്ട്. ഞങ്ങൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇതാ ഒറ്റയടിക്ക് ഭരണത്തിൽ വന്ന് 60ാമത്തെ ദിവസത്തിൽ എല്ലാം അങ്ങ് ശരിയാക്കി കളയാന്നുള്ള ധാരണ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾ ഇതൊന്നും എല്ലാം തികഞ്ഞ ആളുകൾ എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷെ കൃത്യമായി ആ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനാവശ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ആ തീരുമാനങ്ങൾ എടുത്ത് തന്നെ വിദ്യാർത്ഥി താല്പര്യം മുൻനിർത്തി കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. ഓക്കെ, ഡിബേറ്റ് വിത്ത് മാധു സജി.